ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത എങ്ങനെയാണ്? തെറ്റ് പറ്റിയതായി ADM നവീൻ ബാബു പറഞ്ഞു. വിവരം മന്ത്രി കെ രാജനെ അറിയിച്ചു. ഇത് ജില്ലാ കളക്ടറാണ് പറയുന്നത്. നമുക്കറിയാം, കളക്ടർ അന്ന് പറഞ്ഞിരുന്നത് PP ദിവ്യയെ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നില്ല, കളക്ടറേറ്റിൽ നിന്ന് ക്ഷണം പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ ഇത്തരത്തിലൊരു മൊഴി വരുമ്പോൾ അതിനെങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും? ഇതിലൊരു അറിയാക്കഥകൾ ഇനിയും പിന്നിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലല്ലേ ഈ മൊഴി കിടക്കുന്നത്? മീര, ഇതിനകത്ത് മറ്റൊന്നുമില്ല. കളക്ടർ എന്ന് പറയുന്നത് ഒരു ചട്ടുകമാണ്. കളക്ടറുടെ കയ്യിൽ നിരവധി രഹസ്യമുണ്ടെന്ന് ഈ സർക്കാരിന് അറിയാം. കാര്യം ആറളം ഭൂമി മുതൽ നിരവധി, അതായത് CPM ഒരു തന്ത്രമുണ്ട്. CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കള്ളങ്ങൾക്ക് കൂട്ടിവയ്ക്കും. അതായത് സംസ്ഥാന സമിതിയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ നിരവധി നേതാക്കൾക്ക് ഈ പെട്രോൾ ബങ്കുകളൊക്കെ തുടങ്ങി. അതായത് ഈ രണ്ടാമതൊരു ഭരണം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പാർട്ടിക്കകത്തെ ജില്ലാ ഘടകത്തിലെ അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിലെ തന്നെ കണ്ണൂരുകാരായ ആൾക്കാർക്കെല്ലാം അവരുടെ ബിനാമിയിൽ പെട്രോൾ പമ്പുകൾ കൊടുത്തിട്ടുണ്ട്. പെട്രോൾ പമ്പ് കേന്ദ്രത്തിൻ്റെയും കൂടെ അനുവാദം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. നല്ല ബിസിനസ് ആണല്ലോ. കാര്യം ഈ നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞപ്പോൾ ഊരാളുങ്കൽ പോലെ കാലാകാലങ്ങളിൽ CPM ഭരണത്തിരിക്കുമ്പോൾ അവസാന ടൈമിലൊക്കെ വഴിവിട്ട് കണ്ണൂരുകാരെ, ഇത്രയും ദേശസ്നേഹം വേറെ ആർക്കുമില്ല, CPM സ്നേഹം. അപ്പോൾ അങ്ങനെയാണ്, CPM പാർട്ടി സ്നേഹമാണ് അവർക്ക്. അങ്ങനെ വഴിവിട്ടതിൻ്റെ ഫലമായിട്ട് നിരവധി പേര് വെട്ടിപ്പടത്തിയിട്ടുണ്ട്. അപ്പോൾ CPM ഒരു തന്ത്രമുണ്ട്. വഴിവിട്ട് അവരുടെ ആൾക്കാർ കിട്ടിക്കഴിയുമ്പോൾ ഇനിയുള്ളവന്മാർ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ കണ്ണൂർ തന്നെ അവർക്ക് ശത്രുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്. ഇപ്പോൾ EP ജയരാജൻ്റെ മാമൻ്റെ അനിയൻ്റെ കൊച്ചച്ഛൻ്റെ മോൻ്റെ ഏതെങ്കിലും ഒരാളുടെ ഇതുണ്ടാവും. അത് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ EP ജയരാജന് മാമൻ്റെ കൊച്ചച്ഛൻ്റെ മോന് കഴിഞ്ഞിട്ട് ചിലപ്പം മറ്റേ MP ജയരാജൻ്റെ കൊച്ചച്ഛൻ്റെ മോൻ വരുമ്പോൾ കൊടുക്കണ്ടെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ശത്രുക്കൾ വരുമ്പോൾ കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു നല്ല ഉദ്യോഗസ്ഥനെ വയ്ക്കുക, അവനെയൊക്കെ വെട്ടാൻ അതേ മാർഗമെന്ന് വിചാരിക്കും. അങ്ങനെയാണ് നവീൻ ബാബുവിനെ കൊണ്ട് വെക്കുന്നത്. നവീൻ ബാബുവിനെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? നവീൻ ബാബു വെച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങ് ചെയ്തപ്പോൾ പഴയ കഥകളും അദ്ദേഹം പൊക്കി. കാസർഗോഡ്, കണ്ണൂർ ഒക്കെയുള്ള ദേവസ്വത്തിൻ്റെ ഭൂമികൾ വരെ കൊണ്ടുപോയി. ആറളം ഭൂമിയൊക്കെ പോയത് അറിയാമല്ലോ. അങ്ങനെ വന്നപ്പോൾ കൈ നിൽക്കാതായി. PP ദിവ്യയുടെ അനധികൃത സ്വത്ത് വരെ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റി. അനധികൃതമായിട്ടുള്ള ഭൂമി ഇടപാടുകളെല്ലാം അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെയാണ് PP ദിവ്യ കണ്ണിൽ PP ദിവ്യയുടെ കണ്ണിൽ അദ്ദേഹം കരടാകുന്നത്. അത് അവരുടെ ഭർത്താവിൻ്റെ, അവളെന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ നമുക്ക് പിന്നെ അവരെ ഇപ്പോൾ പൂവിട്ട് പൂജിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. മഹതിയുടെ ഭർത്താവിൻ്റെ ബിസിനസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പിടി വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന് ഒന്നുകിൽ മാനസികമായി തകർക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് തുരത്തുക. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ഹൈറാർക്കിയിൽ ഏറ്റവും മേളിൽ നിൽക്കുന്ന ആളാണ് ഈ പറയുന്ന കളക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം സബ് കളക്ടർ ചാൻസ് ഇതാണ് വരുന്നത് നവീൻ ബാബുവിന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം യുവാവായൊരു കളക്ടറും ഇദ്ദേഹം സർക്കാർ കൊടുത്തൊരു IAS ഒക്കെ ആകുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറുപ്പത്തിൻ്റെ ഒരു ദേഷ്യം, വയസ്സന്മാരോടുള്ള ഒരു ദേഷ്യം ഉണ്ടല്ലോ, ആ ദേഷ്യം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു ജലസി, പ്രൊഫഷണൽ ജലസി ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യൻ, ഡിഗ്രിക്കാരൻ, പഠിച്ചാണ് കയറി വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം IAS കാരൻ എന്നുള്ളൊരു ഈഗോ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്നത് കള്ളത്തരമാണ്. സർക്കാർ, നിങ്ങൾക്കറിയോ, മീരക്കറിയോ, ഈ പറയുന്ന പോലെ ഈ ഒരു സംഭവം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കളക്ടർ അവിടെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ കണ്ണൂർ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്തിനാ വിളിച്ചു വരുത്തിയേ? എന്തൊക്കെയാണ് സംഭവിച്ചത്? എങ്ങനെ പറയണം? ഈ റിപ്പോർട്ട് പോലും സർക്കാർ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പോലീസ് സ്റ്റേഷനിലെ ചില കാര്യങ്ങളുണ്ടാവും, അത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു കേസിനെ മഹസർ തയ്യാറാക്കുക എന്ന് പറയും. ഈ റൈറ്റർ എഴുതുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. ഈ റൈറ്ററാണ് നിയമപുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട്, ഇപ്പം ഞാനാണ് കുറ്റം ചെയ്തെങ്കിൽ എന്നെ പൂട്ടണം, എന്നെ 2 ദിവസം ജയിലിൽ കിടത്തിക്കണം എന്ന് വിചാരിച്ചാൽ ആ റൈറ്റർ വിചാരിച്ചാൽ പറ്റും. നിയമവശങ്ങൾ ഇന്ന പീനൽ കോഡിലെ നിയമവശങ്ങളിൽ ഇന്ന രേഖകൾ എഴുതി ചേർത്താൽ ഞാൻ 2 ദിവസം ജയിലിൽ കിടക്കും. അതല്ലാതെ അത് മാറ്റിക്കൊണ്ട് അതിന് എതിരും അവർക്കറിയാം. നിയമവശങ്ങൾ ഇവർക്കും അറിയാം. വക്കീൽ കയറി കൊത്താത്ത രീതിയിൽ എഴുതാനും അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്തതിൻ്റെ ഫലമാണ്. എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് നമ്മൾ വായിച്ച വാർത്ത, ഞാൻ ചേട്ടനും അത് അയച്ചു തന്നതാ. അതിൽ വായിക്കുമ്പോൾ വളരെ ഒരു ആത്മബന്ധമുള്ള പോലെയാണ്. ഒരിക്കലുമില്ല. ഏറ്റവും വലിയ പ്രൊഫഷണൽ ജലസി അദ്ദേഹത്തോട് ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു വന്ന ഇടയ്ക്കൊന്നും ബ്രേക്കായിപ്പോയി. അതായത് ഈ സബ് കളക്ടർ നോക്കിയിട്ട് ഹൈറാർക്കിയിലെ ഇപ്പം എനിക്ക്, നിങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഒരാൾ, നിങ്ങൾ എനിക്കൊരു പേപ്പർ തരുന്നു. ഈ പേപ്പർ ക്ലറിക്കൽ ലെവലിൽ ഒപ്പിട്ട് തൊട്ട് താഴെ ഞാനായിരിക്കും എന്ന് വിചാരിച്ചോളൂ. ഇതിൻ്റെ കള്ളങ്ങളെല്ലാം. കാര്യം നവീൻ ബാബുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കറക്റ്റ് അല്ലാത്ത അദ്ദേഹം ചെയ്യില്ല, കുറിയിട്ട് തിരിച്ചയക്കും. ഇത് ശത്രുതയുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ ഇദ്ദേഹമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചത് ബ്ലോക്ക് ആകുമ്പോൾ ഇങ്ങനെ എടുത്ത് ചെല്ലും, സാർ ഞങ്ങൾ അവിടെ വെച്ച് ബ്ലോക്കായി, അങ്ങനെ ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണെന്ന് പറയും. ഇദ്ദേഹം കണ്ണൂർ ഇപ്പോൾ കളക്ടറെ നിയമിക്കുന്ന പോലും പാർട്ടിയാണ്, അതറിയാമല്ലോ. ഇപ്പോൾ കണ്ണൂർ കളക്ടറെ നിയമിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു ജില്ലയിൽ നിയമിക്കുന്നത് ഒക്കെ പാർട്ടിയാണ്. അപ്പോൾ പാർട്ടിയുടെ ഒരു ബ്രോക്കറാണ് ഇദ്ദേഹം. ഈ കണ്ട വെട്ടുഭൂമി, വെട്ടുമേനി രേഖകളെല്ലാം അദ്ദേഹത്തിന് അറിയായിരുന്നു. ഞെട്ടിപ്പോയി ഇദ്ദേഹം ഇതൊക്കെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞപ്പോൾ. ആ ഞെട്ടൽ മൂടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം താത്തി വയ്ക്കണം.
ഈ പറഞ്ഞ പോലെ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ അതിൽ ഉദ്ദേശിക്കുന്നത്? ഇതുവരെ കൈക്കൂലി വാങ്ങാതിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞെന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഇവർ പറയാതെ പറയുന്ന അതാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. ഒരു സർവീസ് ബുക്കിൽ ഒരു റെഡ് മാർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ വിചാരിച്ചത്. ഒരു മരണത്തിന് ഉത്തരം പറയണമെന്ന് ഇവർ കരുതിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തല്ല റെഡ് മാർക്ക് എന്ന് പറയുള്ളൂ. ഒരിക്കലുമില്ല. ആ മരണം അദ്ദേഹത്തിനെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഭൂമി കയ്യേറുന്നു, ഇങ്ങനെ അപേക്ഷകൾ കൊടുക്കുമ്പോൾ അതിനൊരു ലിമിറ്റ് വരാൻ വേണ്ടിയാണ് ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനെ കൊണ്ട് വെച്ചത്. അതിന് അവർ ആദ്യം ചട്ടം, അതാണ് CPM. അതറിയില്ലല്ലേ? CPM എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവർക്ക് ഇപ്പൊ ഒരാളിനെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ തട്ടണം, ദെൻ അടുത്ത അവർക്ക് വീണ്ടും കുറെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇയാളെ മാറ്റുകയോ ഇയാൾ അറിഞ്ഞ് തിരിച്ചങ്ങോട്ട് ചെയ്തു കൊടുക്കുകയോ വേണം. അവിടെ ഈ കേസ് അന്വേഷിച്ച പോലീസുകാരെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കും ചിലപ്പോൾ വേണ്ടപ്പെട്ടവർക്ക്. റാങ്ക് CI ആയിരിക്കും. ഞാനിതൊക്കെ പറയാതെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നത് ഈ കേസിന്റെ തുടക്കകാലം മുതൽ പല ആവർത്തി സംസാരിച്ചിട്ടുള്ളതാണ് ഈ വിഷയം. ഒരിക്കലുമില്ല, ഒരിക്കലും തെറ്റുപറ്റിയെന്ന് അദ്ദേഹം പറയില്ല. അത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്. ഇപ്പൊ മന്ത്രി അറിഞ്ഞു എന്ന് പറയുന്നതോ? എന്തറിഞ്ഞെന്ന്? ഏത് രാജൻ മന്ത്രിയോ? രാജൻ മന്ത്രിയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയല്ലേ? അത് അങ്ങനെ പറഞ്ഞ രാജൻ മന്ത്രിയൊക്കെ ഇപ്പൊ വെറും ടൂളാണ്. പാർട്ടിക്കകത്ത് വിമർശനം ഉണ്ടല്ലോ. എന്ത് CPI മന്ത്രിമാരെന്നാ പാർട്ടി അണികൾ ചോദിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അജിത് കുമാറിനെ കുറിച്ച് വകതിരിവില്ലാത്തവൻ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിലും ഒരു ആണത്തുള്ള വർത്താനം അദ്ദേഹം പറഞ്ഞല്ലോ. അതിലെങ്കിലും നമുക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് കൊട്ടുണ്ടെന്നാ പറയുന്നത്. അടുത്തൊരു വാർത്ത വന്നിട്ടുണ്ട്. അല്ല, അത് പരസ്യമായിട്ടുള്ള വലിയൊരു വിമർശനം ഈ ട്രാക്ടർ വിവാദം വന്നപ്പോ തന്നെ അജിത് കുമാറിന് പറഞ്ഞു. മറ്റൊരു വിഷയമാണ്. അതെ, മറ്റൊരു വിഷയമാണ്. എന്നാലും ഞാൻ പറയുക, രാജനൊന്നും ഇപ്പൊ ഒരു റോളും ഇല്ല. മാറി ഇക്കടാന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാറി ഇക്കടെന്ന് പറഞ്ഞാൽ ഓംബ്രാൻ മാറിയിക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കും രാജന്റെ പേര് എടുത്തു പറഞ്ഞത് എന്നാണ് തോന്നുന്നത് കളക്ടർ മീര. ഇതിനകത്ത് ഇതൊരു വെൽ ഫാബ്രിക്കേറ്റഡ് തിരക്കഥയാണ്. ഈ സാധനം കയ്യിൽ കിട്ടുമ്പോൾ ഇത് പറയുമ്പോൾ ഇത് എന്താ പറയാ, രാമായണം ഇന്ന് കർക്കിടക മാസം 1 രാമായണം വായിക്കുന്നത് പോലെ റിപ്പോർട്ടർ എടുത്തു വെച്ച് വായിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? റിപ്പോർട്ടർക്ക് കിട്ടി എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ ഏഷ്യാനെറ്റിനും കിട്ടിക്കാണും. അതിലൊന്നും ഒന്നുമില്ല. നവീൻ ബാബുവിനെ കുരുക്കാനായി, നവീൻ ബാബുവിന്റെ മരണശേഷവും അദ്ദേഹത്തിനെ വീണ്ടും അധിക്ഷേപിക്കാനായി ആണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ചുരുക്കെടുത്തായി പറയാനാണ്. അതുകൊണ്ടായിരിക്കും ആത്മവിശ്വാസം ചോരരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു വിട്ടു എന്ന് പറയുന്നത്. താനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് വരുത്താനാണോ? അല്ലെങ്കിൽ ഞാൻ ഇതിൽ ക്ലിയർ ആണ് സാർ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചിരിച്ചിട്ടില്ല സാർ. ഞാൻ എൻ്റെ മൂക്ക് ചൊറിഞ്ഞതാണ് സാർ. ഞാൻ ആ രംഗം ഓർമ്മയുണ്ടല്ലോ സാർ. ഞാൻ ചിരിച്ചിട്ടില്ല. ഞാനൊന്ന് മൂക്ക് ചൊറിഞ്ഞതാണ് സാർ. അത് ഒന്നുകൂടെ വാക്കുകളിൽ വ്യക്തമാക്കി എന്ന് മാത്രം. എന്നെയും നിങ്ങളെയും ഒക്കെ പറ്റിക്കാൻ അത്രേ ഉള്ളൂ.